ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഓൺ വോയിസിൽ ഒരു ഫുൾ വീഡിയോ, ലോങ് വീഡിയോ എടുക്കണം എന്ന്. അപ്പം ഇന്ന് ഞാനതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഹോസ്റ്റലിലേക്ക് പോകണം. നമ്മൾ വണ്ടി കയറി ഇരിക്കുകയാണ്. 9:30 ബസ് എടുക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എടുത്ത വീഡിയോസാട്ടോ. വണ്ടി 9:30 എടുക്കണം. അതുവരെ നമ്മളിവിടെ പോസ്റ്റാണ്. 9:30 വണ്ടി എടുക്കത്തുള്ളൂ. അപ്പോൾ 9:30 വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 9:45 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മുറിച്ച് പിന്നെ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, എണ്ണിക്കുക, കുളിക്കുക, റെഡിയാവുക, വരിക, പിന്നെ പോവുക, കഴിയുക, ഫുഡ് കഴിക്കുക, വരിക, കിടക്കുക. എന്നെപ്പോലെ തന്നെ വണ്ടി വന്നിരിക്കുന്ന കുറേ പേരുണ്ട്. അവരുടെ ഒന്നും ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നതാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ ആ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാൻ നമ്മൾ നൈറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ തല കുളിക്കുന്നില്ല, കാരണം ഉണങ്ങി കിട്ടില്ല പെട്ടെന്ന്. അതുമല്ല, നനഞ്ഞ് കഴിഞ്ഞ് തല കുളിക്കുന്നില്ല, അത്രയുള്ളൂ. ചീകി വാരി കെട്ടി നമ്മൾ ഉറങ്ങാൻ പോവാണ്. ആരും മൈൻഡ് ആക്കണ്ട ഗൈസ്, ഉറക്കപ്പിച്ചാണ്. എന്താ പറയുന്നത് എനിക്ക് തന്നെ ഒരു ബോധമില്ല. അപ്പം മുടിയൊക്കെ നമ്മൾ കെട്ടി വെച്ചിട്ട് കിടക്കാൻ പോവാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് താഴെ നിന്ന് കയറി വന്നത്. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ഫുഡ് കഴിക്കുന്നു, ഫ്രഷ് ആവുന്നു, പിന്നെ നമ്മൾ ഉറങ്ങാനുള്ള പ്രിപ്പറേഷനിലാണ് ഗൈസ്. എല്ലാവരും പറയുന്ന പോലെ ഒന്ന് പറയാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ പാടിപ്പോയി ഗൈസ്. അതായത് മമ്മാവർത്തിൻ്റെ റൈസ് വാട്ടറാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സംഭവം ഞാൻ പറഞ്ഞു വന്നപ്പം നാക്കുളിപ്പിക്കുമായിരുന്നു. അത് നിങ്ങൾ കാര്യമാക്കണ്ട. കാര്യം, ഞാൻ കുടിക്കുന്ന കുപ്പിയിലെ വെള്ളം തീർന്നെങ്കിലും പിന്നെ എനിക്ക് എടുക്കാനോ പോകാനുള്ള മടി കാരണം ഞാനത് ഉപേക്ഷിച്ച് അത്രയും ഉള്ളത് കുടിച്ചിട്ട് ഞാൻ കിടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ഉറങ്ങാൻ പോവാം. ഇപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പോയതാട്ടോ. നിങ്ങൾ കാര്യമാക്കണ്ട, പതിവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോൾ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ 4:15 എണ്ണീറ്റിട്ടുണ്ട് ഗൈസ്. 4:15 എണ്ണീറ്റു. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എണ്ണീറ്റ് വന്ന് ഉറക്കപ്പിച്ചിൽ തന്നെ വന്ന് ഇനി കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എണ്ണീറ്റു ഗൈസ്. ഇവിടെ നല്ല കിളി പോയി നിൽക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നതെന്ന് ഒരു ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പോയാൽ എന്താ ഫ്രഷ് ആവാനുള്ള പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത്. ഫ്രഷ് ആവാൻ മീൻസ് എഴുതുക, ചെല്ലുക, പ്രാർത്ഥിക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ അതൊക്കെ ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി തുടങ്ങുകയാണ് ഗൈസ്. ഞാൻ രാവിലെ തന്നെ പല്ലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി സെറ്റായിട്ട് നമുക്ക് സമയമുണ്ടെങ്കിലും നമ്മൾ നേരത്തെ എണീക്കും ഗൈസ്. കുറച്ച് എല്ലാം ചെയ്ത് എല്ലാം ഫേസ് വാഷൊക്കെ ഇട്ട് ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ കഴുകി സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഒരാവശ്യത്തിന് നോക്കി എൻ്റെ ടർക്കിയൊന്നും കാണാറില്ല. അങ്ങനെ നമ്മൾ വെള്ളം എടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ കയ്യിൽ നിന്ന് നേരത്തെ വെള്ളം തീർന്ന കാര്യം നമ്മൾ അറിഞ്ഞതാണ്. പിന്നെ നമുക്ക് മടി കാരണം നമ്മളങ്ങനെ കിടന്നതാണ്. അങ്ങനെ കുപ്പി നിറച്ച് വെള്ളമൊക്കെ എടുത്ത് ഞാൻ റൂമിലെത്തി കേട്ടോ. വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ കുരിശ് വരയ്ക്കാൻ വരും ഗൈസ്. ഞാൻ ചെറിയ തട്ടിക്കൂട്ട് പരിപാടിയുടെ അതുണ്ടാക്കിയേക്കുന്ന എൻ്റെ കുഞ്ഞു പ്രെയർ കബോർഡാണ് ഗൈസ്. കുരിശ് വരച്ചിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഇടാനുള്ള തുണി ഞാൻ ഇതാണ് ഗൈസ് ഇടുന്നത്. ഇതൊരു മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു ടോപ്പാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള ജീൻസുമാണ് ഞാൻ ഇടാൻ പോകുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അത് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് വെച്ച് കുറച്ച് പട്ടിഷോ കാണിക്കാനാണ് ഇപ്പോൾ നോക്കുന്നത്. അങ്ങനെ നമ്മൾ സെറവും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് ലാസ്റ്റ് ഇച്ചിരി പൗഡറും ഇട്ട് ഞാൻ സെറ്റാക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ എൻ്റെ മുഖത്ത് ഞാൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ റൂമിലുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ അടുത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവരവരുടെ ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതും ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പയ്യെ മുടിയൊക്കെ കെട്ടാൻ വേണ്ടി തുടങ്ങി. ഗൈസ് മുടിയൊക്കെ കെട്ടി. അത് ഞാൻ എപ്പോഴും പോളിറ്റയിലാണ് കെട്ടാറ്. മിക്കവാറും വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെ കെട്ടി. അവിടെ ചിലപ്പോൾ മുടി കെട്ടി വെക്കാനുള്ള എളുപ്പത്തിന് ഞാൻ അങ്ങനെയാണ് കെട്ടാറ്. നല്ല മുടി കൊഴിച്ചിലുണ്ട് ഗൈസ്, നല്ല ക്ലോറിൻ വെള്ളം ആയതുകൊണ്ട്. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാണ് ഞാൻ സൺസ്ക്രീൻ ഇടുന്നത്. അത് വാസ്ലിൻ്റെ ഒരു സൺസ്ക്രീനാണ് ഇടുന്നത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ലിപ് ബാം ഇടുന്നുണ്ട്. അതും വാസ്ലിൻ്റെ തന്നെയാണ്. അത് കഴിയുമ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരു പൊട്ട്. അതോടുകൂടി സംഭവം എൻ്റെ പരിപാടിയെല്ലാം കഴിയും ഗൈസ്. ഞാൻ അതോടുകൂടി നിർത്തുന്നുണ്ട്. പിന്നെ ഞാൻ മുഖത്ത് ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതെനിക്ക് ബാക്കി എല്ലാ പൗഡറും എനിക്ക് അലർജിയാണ് ഗൈസ്. അപ്പോൾ അതിടാൻ പറ്റില്ല. അതുകൊണ്ട് ബേബി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാനൊരു പൊട്ടൊക്കെ വെച്ച് കഴിഞ്ഞ് ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് സംഭവം സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വാച്ച് ആവശ്യമാണല്ലോ. നമ്മൾ വാച്ച് കിട്ടി. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു ഗൈസ്. പോയി കഴിഞ്ഞ് പിന്നെ വെള്ളമൊന്നും കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകാൻ വേണ്ടി സോക്സൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി ഇടുവാണ് ഗൈസ്. അത് ഇടാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പം നേരെ ഉണ്ടായിരുന്ന സോക്സ് ഞാൻ തിരിച്ച് മറിച്ചെടുത്തു ഗൈസ്. അതൊക്കെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നത് ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് അതിൻ്റെ കൂടെ ഉള്ളവരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പോയി ഷൂ ഒക്കെ എടുത്തിട്ട് വന്നു. ഞാനിപ്പോൾ ഇട്ട വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള കുട്ടി പെട്ടെന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് കയറി വന്നാണ്. ഞാൻ പേടിച്ചു പോയി. ഞാൻ തന്നെയല്ല, എൻ്റെ റൂമിലുണ്ടായിരുന്നവളും പേടിച്ചു പോയി. അപ്പോൾ ഞാനൊക്കെ റെഡിയായി. പിന്നെ അതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടക്കുകയും പരിപാടിയൊക്കെ ചെയ്തു. അടുത്ത വീഡിയോ കാണാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ കൊടുക്കോ. ഓക്കെ, ബൈ.